ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അബണ്ടൻസ് കൊണ്ടുവരട്ടെ, കുറേ ഹാപ്പിനെസ്സും ലവ് കൊണ്ടുവരട്ടെ. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ടാണ് മന്ത്ലി റീഡിങ് ചെയ്യാൻ വന്നിരിക്കുന്നത്, ജാനുവരിയുടെ. ഇത് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. സ്കോർപ്പിയോ, നിങ്ങളുടെ എന്താണ് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ജാനുവരിയുടെ. എന്താണ് പാസ്റ്റിൻ്റെ എനർജി? പാസ്റ്റിൻ്റെ എനർജി ഹെർമിറ്റ് ആയിരുന്നു. കറണ്ട് എനർജി നിങ്ങളുടെ എന്താണ്? കറണ്ട് എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി? ഫ്യൂച്ചർ എനർജി ആയിട്ട് വരണത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അഡ്വൈസ് ആയിട്ട് വരണ ഏസ് ഓഫ് കപ്സ് ആണ്. എന്താണ് സർപ്രൈസ് ഫാക്ടർ? സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് ക്വീൻ ഓഫ് കപ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. സ്കോർപ്പിയോ, ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ഇംബാലൻസ് ആണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കണു, കരിയർ, പേഴ്സണൽ ലൈഫ്, അതുകൊണ്ട് സമയമില്ല, ഇംബാലൻസ്ഡ് എനർജി കാണാണ്ട്. അതല്ല വെച്ചാൽ ഇതൊരു ഡിസിഷൻ്റെ എനർജി ആവാം. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉണ്ട് ലൈഫിൽ, നിങ്ങളുടെ എന്തോ 2 സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 4 ഓഫ് സോഡ്സ്. അപ്പോൾ ഇത് കുറച്ചൊരു ബിസി സ്കെഡ്യൂൾ മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ജാനുവരി മാസത്തിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ഉണ്ടാവും. പറഞ്ഞാൽ എല്ലാത്തിലും നിങ്ങൾക്ക് എനർജിയും എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഫിസിക്കലി, ഇമോഷണലി നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് സൂക്ഷിക്കണം. ഹെൽത്ത് വൈസ് കുറച്ച് നിങ്ങൾക്ക് ജാനുവരിയിൽ സൂക്ഷിക്കണം. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഡിസിഷൻ, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊരു ബ്രേക്ക് എടുക്കണോ. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ കുറച്ച് സമയം എടുക്കണോ തീരുമാനം എടുക്കാൻ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് മാരേജിൻ്റെ കാര്യമാണ്. അതല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ ഇവിടെ മാരീഡാണ്, നിങ്ങളൊരു മാരീഡ് പേഴ്സൻ്റെ കൂടെയാണ് ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങളുടെ തന്നെ മാരേജിനെ കുറിച്ചായിരിക്കും ഈ സിറ്റുവേഷനുള്ളത്. അപ്പോൾ ഞാൻ കാണുന്നത് പാസ്റ്റിൽ ഹെർമിറ്റ് എനർജി. പാസ്റ്റിൽ തന്നെ ഒരു സെപ്പറേഷൻ്റെ എനർജി കാണാണ്ട് ഇതൊരു ഐസൊലേഷൻ്റെ എനർജിയാണ്. ഹെർമിറ്റ് കുറേ ലെസൺസ് പഠിച്ച ആളാണ്. പറഞ്ഞാൽ കുറേ ഒരു ലേണേഡ് പേഴ്സൻ്റെ എനർജിയാണ് ഹെർമിറ്റ്. വെർഗോ എനർജിയാണ് ഇത്. അപ്പോൾ ഞാൻ കാണുന്നത് കുറേ പാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസസ് നിങ്ങളെ ഒരു ഹെൽപ്ലെസ് ആയി തോന്നുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്ത് വരേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. ഇതിലെന്താണ് സൊല്യൂഷൻ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. കുറേ സമയം വരെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാണ്ട് മുമ്പോട്ട് പോവാണ്ട് അങ്ങനെ തന്നെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലും നിങ്ങൾക്ക് കുറേ ലെസൺസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ലൈഫ് ലെസൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണുന്നത് പാസ്റ്റിൽ കുറേ റെസ്ട്രിക്റ്റഡ് എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇത് കരിയറിലാണ് വെച്ചാൽ ഫിനാൻഷ്യലി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതല്ല വെച്ചാൽ ഇമോഷണൽ റെസ്ട്രിക്ഷൻസ് ആവാം. പക്ഷേ ജാനുവരി മാസമാകുമ്പോൾ ഞാൻ കാണുന്നത് ക്ലാരിറ്റിയാണ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ ഫൈനലി ഞാൻ ഒരു ക്ലാരിറ്റി, ഒരു ക്ലിയർ തിങ്കിങ് ആണ് കാണുന്നത്.
ഈ മുമ്പത്തെ എനർജി പോലെ അല്ല. മുമ്പേ നിങ്ങൾ കുറേ ഹെൽപ്ലെസ്സായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജാൻവരി ആകുമ്പോഴേക്കും നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ കുറേ കോൺഫിഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കണോ, തീരുമാനം എടുക്കണോ. ചിലവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല, എന്താ വെച്ചാൽ അവരെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണോ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഈ സിറ്റുവേഷൻ എനിക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ടഫ് ഡിസിഷൻസ് എടുക്കാനും തയ്യാറാണ്. ജാൻവരി ആകുമ്പോഴേക്കും നിങ്ങൾ ചില ഡിഫിക്കൽട്ട് ഡിസിഷൻസ് വെരി ഈസിലി എടുക്കുന്നുണ്ടാവും. അതോടെ നിങ്ങൾ ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോണത്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ മുമ്പേ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ജാൻവരി ആവുമ്പോൾ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോണത് ഒരു സ്റ്റേബിലിറ്റിയിലേക്കാണ്. ചില ചേഞ്ചസ് വരുത്തുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചില ലോസസും ഉണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ലോസ് ആവാം, ഇമോഷണൽ ലോസ് ആവാം. ഞാൻ കാണുന്നത് ഒരു റിജക്റ്റഡ് പോലെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ചിലവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല, എന്താ വെച്ചാൽ നിങ്ങൾ അവരെ കട്ട് ഓഫ് ചെയ്യണു, അവരെ റിജക്റ്റ് ചെയ്യണു, ഇല്ല വെച്ചാൽ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തായാലും നിങ്ങൾ പോണത് ഒരു പുതിയ തുടക്കത്തിലേക്കാണ്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഫ്യൂച്ചറിൽ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ബിഗിനിങ്. ഈ പുതിയ ബിഗിനിങ് കുറേ സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ഓക്കെ, കുറേ എബണ്ടൻസ് കൊണ്ടുവരണ ബിഗിനിങ് ആണ് ഇത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ഫിനാൻഷ്യൽ ബിഗിനിങ് ആയിരിക്കാം, ഒരു പുതിയ ജോലി ആവാം. തുടക്കം സ്ലോ ആണ്, പക്ഷേ ഫ്യൂച്ചർ കുറേ ബ്രൈറ്റാണ്. പിന്നെ ഈ ചിലവർക്ക് ഇതൊരു ഇമോഷണൽ ബിഗിനിങ് ആവാം. ഓക്കെ, അപ്പോൾ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തുടങ്ങണു, പക്ഷേ ഫ്യൂച്ചറിൽ ഇത് ഫാമിലിയിൽ കൺവേർട്ട് ആവണു. ഈ പേഴ്സൺ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആ റിലേഷൻഷിപ്പിന് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകണു, ഒരു ഫാമിലിയൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇതൊരു ഫ്യൂച്ചർ മാരേജ് പാർട്ട്ണറും ആവാം. അപ്പോൾ ഞാൻ അതാണ് കാണുന്നത് ഫ്യൂച്ചറിൽ. ഇപ്പോൾ ജാൻവരിയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് വേറെ ആൾക്കാരുടെ എനർജിയാണ്, കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി ഞാൻ ചില വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജിയും കാണുന്നുണ്ട്. ചിലവർക്ക് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മാതിരി ചില ബാഗേജ് ഉണ്ട്, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ കണക്ഷൻ, ഈ റിലേഷൻഷിപ്പിൽ. അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കണു. കുറേ ഡിഫിക്കൾട്ട് സമയമാണ് റിലേഷൻഷിപ്പ് വൈസ്. പക്ഷേ അഡ്വൈസ് നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. അഡ്വൈസിൽ തന്നെ ഞാൻ കാണുന്നത് യൂണിവേഴ്സ് പറയണത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് അഡ്വൈസ് തരണേ. ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഷുവർ അല്ല ഇത് ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന്, പക്ഷേ അതാണ് അഡ്വൈസായിട്ട് പറയണേ. അത് മുമ്പോട്ട് പോവുക, നല്ല പോലെ ആലോചിച്ചിട്ട് മതി. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ആ പുതിയ ബിഗിനിങ് നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷനെ കുറേ ബാലൻസ് ആക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ബാലൻസ് വരും ഈ പുതിയ ബിഗിനിങ് വരുമ്പോൾ. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ആണ് ഹിഡൻ ഫാക്ടറിൽ. നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോണത് നിങ്ങളുടെ ട്രൂ ഡിവൈൻ പാർട്ട്ണറിനെയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകണേലോ. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ടോട്ടലി ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഓക്കെ, ഇത് ഒരു വെരി ലവിങ് എനർജിയാണ്. ഇവിടെ മാരേജിൻ്റെ എനർജി കാണാണ്ട്. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, മുമ്പോട്ട് പോവുക, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ ഓർഗാനിക്കലി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുണ്ടാവാൻ പോകുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ കാണുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പോൾ ചിലവർക്ക് ഇത് ജാൻവരിയിൽ തന്നെ ഉണ്ടാവണം എന്നില്ല, ബട്ട് എവിടെയോ നിങ്ങൾക്ക് ഹിൻസ് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ലൈഫ് ആ ഡിറക്ഷനിലേക്ക് തന്നെയാണ് പോകണത്. ഓക്കെ, അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പാസ്റ്റ് സിറ്റുവേഷനിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. പാസ്റ്റ് പേഴ്സൻ്റെ മുകളിലാണ് നിങ്ങളുടെ ഫോക്കസ് ടോട്ടലി ഉള്ളത്. പക്ഷേ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഇതൊരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്ത് പറയുന്ന ബിഗിനിങ് ആണ് ഇത്. അപ്പോൾ വെരി ബ്യൂട്ടിഫുൾ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ജാൻവരി പുതിയ തുടക്കം കൊല്ലത്തിൻ്റെ. ആൻഡ് ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട് നിങ്ങൾക്ക് ഈ ന്യൂ ഇയറിൽ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് ഞാൻ കാണുന്നത് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും പറയണത് നിങ്ങൾക്ക് തോന്നും ഇത് ഇമ്പോസിബിൾ ആണെന്ന്, പക്ഷേ അതിൽ ബിലീഫ് വയ്ക്കുക. എന്താ വെച്ചാൽ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും ഇമ്പോസിബിൾ അല്ല.
അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.